നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോകമെമ്പാടും ഇന്ന് ക്രിസ്തുമസ് ആഘോഷിക്കുന്ന വേളയിലാണ്. ഈ സമയത്ത് യുദ്ധം നടക്കുന്ന രാജ്യങ്ങളിലെല്ലാം തന്നെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമുക്കറിയാം. ക്രിസ്മസുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ ഇസ്രായേൽ എന്ന രാജ്യത്തിന് ഒരുപാട് ബന്ധമുണ്ട്. യേശു ജനിച്ച മണ്ണിൽ നിന്നും ജെറുസലേം നഗരത്തിൽ ഇരുന്ന് ക്രിസ്മസ് ആശംസകൾ ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു നേർന്നതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. യേശുവിന്റെ ജനനവും ഓർമ്മകളും ജീവിതവും നിറം പിടിച്ചു നിൽക്കുന്ന ആഗോള ക്രിസ്ത്യാനികളുടെ പുണ്യഭൂമിയായ ഇസ്രായേലിൽ നിന്നുമാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ക്രിസ്ത്യാനികൾക്ക് ക്രിസ്മസ് സന്ദേശം നൽകിയിരിക്കുന്നത്. ക്രിസ്മസ് സന്ദേശത്തിൽ ഇസ്രായേലിനോടും യഹൂദ ജനതയോടും ആഗോള ക്രിസ്ത്യാനികൾ കാണിക്കുന്ന നന്ദിയിലും പിന്തുണയിലും നെതന്യാഹു നന്ദി പറഞ്ഞിട്ടുണ്ട്. നെതന്യാഹുവിന്റെ ക്രിസ്മസ് സന്ദേശത്തിന്റെ ഓരോ വാക്കുകളും യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു. ഇസ്രായേൽ നടത്തുന്ന ലോക ചരിത്രത്തിലെ വലിയ യുദ്ധത്തിൽ തുടങ്ങുകയാണ് അദ്ദേഹത്തിന്റെ ക്രിസ്മസ് സന്ദേശം. ഈ ക്രിസ്മസ് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോടും സുഹൃത്തുക്കളോടും കൂടി ഒത്തുകൂടുമ്പോൾ ഇസ്രായേലിലെയും ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യൻ സമൂഹത്തിനും പുണ്യഭൂമിയിൽ നിന്നുള്ള സന്തോഷകരമായ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ക്രൂരതയ്ക്കെതിരായി ഇസ്രായേൽ ക്രിസ്ത്യൻ യഹൂദ വംശാവലിയുടെ നാഗരികതയെ സംരക്ഷിക്കാൻ വലിയ യുദ്ധത്തിലാണ്. നമ്മുടെ നാഗരികതയെ പ്രതിരോധിക്കുന്നതിൽ ക്രിസ്ത്യാനികൾ നൽകുന്ന പിന്തുണകൾ ഇസ്രായേൽ ജനത ഐക്യപ്പെടുന്നു. തിന്മയെ നശിപ്പിക്കാൻ ഇസ്രായേൽ പോരാട്ടത്തിലാണ്. ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാവരുമായി സമാധാനം തേടുന്നു. ഇസ്രായേലിലെ സമാധാനത്തെ സംരക്ഷിക്കാനും പ്രതിരോധിക്കാനും ആവശ്യമായതെല്ലാം ഞങ്ങൾ ചെയ്യും. ക്രിസ്ത്യാനികൾക്കും യഹൂദർക്കുമുള്ള പൊതു പൈതൃകവും നമ്മുടെ പൊതു പൈതൃകത്തിന്റെ ശേഖരവും ഉറവിടവും യഹൂദരാഷ്ട്രം മാത്രമാണ്. അതിനാൽ നിങ്ങൾ ക്രിസ്ത്യൻ സഹോദരങ്ങളുടെ പിന്തുണയോടെ ദുഷ്ടശക്തികളോട് ഇസ്രായേൽ പോരാടുകയും ഈ ലോകത്തെ നന്മയിലേക്ക് നയിക്കുകയും ചെയ്യും. സമാധാനത്തിന്റെ നഗരമായ ജെറുസലേമിൽ ഞങ്ങൾ യഹൂദർ വിജയിച്ചിരിക്കും. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും തന്റെ രാജ്യത്ത് നിന്നുകൊണ്ട് ലോകമെമ്പാടുമുള്ള എല്ലാ ക്രിസ്ത്യാനികൾക്കും അദ്ദേഹം ക്രിസ്മസ് ആശംസകൾ നേരുന്നതിനോടൊപ്പം തന്നെ ഈ യുദ്ധത്തിൽ വിജയം ഞങ്ങൾക്ക് തന്നെയായിരിക്കും, അല്ലെങ്കിൽ യഹൂദ രാഷ്ട്രത്തിന് തന്നെയായിരിക്കുമെന്ന് 100% അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ്. 2023 ഡിസംബർ 25 ക്രിസ്മസ് ഇസ്രായേലിനെ സംബന്ധിച്ച് ആ ഒരു ആഘാതത്തിൽ നിന്ന് അവർ മാറിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അതിന് 2 മാസം മുൻപായിരുന്നു ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലോട്ട് ആക്രമണം നടത്തിയത്. എന്നാൽ ഒരു വർഷം പിന്നിടുമ്പോൾ 2024 ഡിസംബർ 25 ഈ വർഷം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഇസ്രായേൽ പൂർണ്ണമായും വിജയം കൈവരിച്ചു എന്ന് തന്നെ വേണം പറയാൻ. മാത്രവുമല്ല, അന്ന് തങ്ങളോട് യുദ്ധം ചെയ്തവരെ എല്ലാം തന്നെ ഭൂമുഖത്ത് നിന്ന് ഇസ്രായേൽ തുടച്ചു മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇത്തവണയും സ്ഥിതി അതുപോലെ തന്നെയാണ്. ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിലടക്കം ക്രിസ്മസ് തലേന്നും രക്തരൂക്ഷിതമാണ് അവസ്ഥ. വെസ്റ്റ് ബാങ്കിലെ തുൽക്കർ നഗരത്തിന് സമീപമുള്ള അഭയാർത്ഥി ക്യാമ്പിൽ ചൊവ്വാഴ്ച ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ 8 പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. പുലർച്ചെ ഇസ്രായേൽ സേനയുടെ ഷെല്ലാക്രമണത്തിൽ ഗൗല അബദോ എന്ന 53-കാരിയായ സ്ത്രീ കൊല്ലപ്പെട്ടു. ഫാത്തി സയ്യിദ് ദൈഹി സലം എന്ന 18-കാരൻ വയറിലും നെഞ്ചത്തും വെടിയേറ്റു മരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ആക്രമണത്തിൽ പരിക്കേറ്റ മറ്റൊരു പലസ്തീൻ വനിത ഉച്ചയോടെയും മരിച്ചു. ഹമാസിന്റെ സായുധ വിഭാഗമായ അൽ-അഖ്സാം ബ്രിഗേഡിന്റെ 2 അംഗങ്ങളെ ഇസ്രായേൽ സൈന്യം തുൽക്കറിൽ വധിച്ചു. 18 പേരെ അറസ്റ്റ് ചെയ്യുകയും ഡസൻ കണക്കിന് ആയുധങ്ങൾ കണ്ടുകെട്ടുകയും ചെയ്തു. ബുധനാഴ്ച പുലർച്ചെ തുൽക്കറാം പ്രദേശത്ത് നടന്ന ഓപ്പറേഷനിൽ സ്ഫോടക വസ്തു ഉപയോഗിച്ച് വാഹനം ഇടിച്ചതിനെ തുടർന്ന് തങ്ങളുടെ കമാൻഡർമാരിൽ ഒരാൾക്ക് പരിക്കേറ്റതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. നൂർ ഷംസ് അഭയാർത്ഥി ക്യാമ്പിൽ സായുധരായ തീവ്രവാദികൾ ആക്രമിച്ചതായി ചൊവ്വാഴ്ച ഇസ്രായേൽ സൈന്യം അറിയിച്ചു. 2023 ഒക്ടോബർ 7 തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷം 100 കണക്കിന് പലസ്തീനുകാരും ഡസൻ കണക്കിന് ഇസ്രായേലികളും വെസ്റ്റ് ബാങ്കിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. തുൽക്കർ ക്യാമ്പിലെ വീടുകൾ, കടകൾ, അൽസാം പള്ളിയുടെ മതിലിന്റെ ഒരു ഭാഗം, ക്യാമ്പിന്റെ ജലശൃംഖലയുടെ ഒരു ഭാഗം എന്നിവ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ബുൾഡോസർ തകർത്തിട്ടുണ്ട്. അതുകൂടാതെ സിറിയൻ നഗരമായ ഹമായിലും ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ക്രിസ്മസ് ട്രീ അജ്ഞാതർ അഗ്നിക്കിരയാക്കിയ സംഭവത്തിലും പ്രതിഷേധം ശക്തമാവുന്നു. മധ്യ സിറിയയിലെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശമായ സുലൈബിയിലാണ് അതിക്രമം നടന്നത്. നഗരത്തിലെ ഒരു പ്രധാന സ്ക്വയറിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്രിസ്മസ് ട്രീക്ക് തോക്കുധാരിയായ 2 ആളുകൾ തീ വെക്കുന്ന വീഡിയോയാണ് പ്രചരിച്ചത്. ഇതോടെ കടുത്ത പ്രതിഷേധവും ഉണ്ടായി. ഓർത്തഡോക്സ് വിഭാഗക്കാരായ ക്രൈസ്തവർ കൂടുതലുള്ള മേഖലയാണ് ഇവിടം. എന്നാൽ ഇസ്ലാമിക ഭരണകൂടം എന്ന ലക്ഷ്യത്തോടെയാണ് ഹയാത്ത് തെഹ്രീർ അൽ-ഷാം പ്രവർത്തിക്കുന്നത്. ഇതോടെ ഇവിടുത്തെ ക്രൈസ്തവർ കടുത്ത ആശങ്കയിലാണ്. ക്രിസ്തുമസ് ട്രീക്ക് തീവെച്ച സംഭവത്തെ തുടർന്ന് പുതിയ ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് നിരവധി ജനങ്ങൾ തെരുവുകളിലേക്ക് ഇറങ്ങി. ഭരണകക്ഷിയായ ഹയാത്ത് തെഹ്രീർ അൽ-ഷാമിലെ ഒരു മത നേതാവ് സംഭവം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ മരം നന്നാക്കും
ഉണ്ടാക്കുമെന്നും സുലൈബിയിലെ തടിച്ചുകൂടിയ ജനക്കൂട്ടത്തിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം സംഭവത്തിന് പിന്നിലുള്ളവരെ പിടികൂടിയതായി നിലവിൽ സിറിയ ഭരിക്കുന്ന ഹയാത്ത് തെഹ്രീർ അൽജാം അറിയിച്ചതായി BBC റിപ്പോർട്ട് ചെയ്തു. തങ്ങളല്ല ആക്രമണത്തിന് പിന്നിലെന്നാണ് HTS പറയുന്നത്. സിറിയയിലെ വിദേശികളാണ് സംഭവത്തിന് പിന്നിലെന്നും HTS വെളിപ്പെടുത്തിയതോടെ വിദേശികൾക്കെതിരെയും പ്രതിഷേധക്കാർ വിമർശനം ഉന്നയിക്കുകയുണ്ടായി. അസദിന്റെ പതനശേഷം മുഹമ്മദ് അബു ജുലാനിയുടെ നേതൃത്വത്തിൽ നിലവിൽ വന്ന പുതിയ ഭരണകൂടം അധികാരം ഏറ്റെടുക്കും മുമ്പ് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ അവകാശം സംരക്ഷിക്കുമെന്ന് അറിയിച്ചിരുന്നു. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ ഭയപ്പെടേണ്ടതില്ലെന്നും തങ്ങൾ അഫ്ഗാനിസ്ഥാൻ ആക്കില്ലെന്നുമാണ് HTS മേധാവി അഭിപ്രായപ്പെട്ടത്.